ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിവിദീർഷദന്തമോന്തം സംസാരിണം കരുണയാകപുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. കൊണ്ടൽ വർണ്ണ തിരുമേനിയ സദാ കണ്ടു കണ്ടു മരുവുന്ന രാധികേ നീണ്ട നീല നയനങ്ങൾ കൊണ്ട വൈകുണ്ഠഗാത്രമിവനൊന്നു കാട്ടണേ. ഇന്ദ്രനീലമണി പോലെ മിന്നുമീ നന്ദനന്ദന സുവർണ വിഗ്രഹം ചന്ദ്രഭാനു സതതുല്യ ശോഭയോടെന്നും എൻ ഹൃദി ഉല്ലസിക്കണേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അതുപോലെ എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാവരും ഭാഗവതം വായിച്ചു. അത് പ്രത്യേകിച്ച് അത് അറേഞ്ച് ചെയ്യുന്ന GK പ്രഭുവിനോട് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. എല്ലാവർക്കും ഞാനത് ഇന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞതേ ഉള്ളൂ, പ്രഭു തന്നെ എല്ലാവർക്കും അത് വീതിച്ചു കൊടുത്തു. അപ്പൊ അത് ഞാനൊന്നും അറിഞ്ഞില്ല. എല്ലാവർക്കും വായിക്കാൻ പറ്റിയിരുന്നോ ഭാഗവതം? അതുപോലെ കേറാൻ അല്പം താമസിച്ചു എന്നൊക്കെ വെച്ചിരുന്നല്ലോ. എല്ലാവർക്കും വായിക്കാൻ പറ്റിയോ? നമ്മൾ ആദ്യം 100 പേരിനകത്തിൽ തന്നെ ഉണ്ടായിരുന്നു മാതാജി. അതെ അതെ. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. നമ്മള് 1-ാം സ്കന്ധം 17-ാം അധ്യായത്തിൽ നമ്മൾ പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. 17-ാം സ്കന്ധത്തില് നമ്മൾ 28 വരെ എടുത്തെന്ന് തോന്നുന്നു. 29-ാമത്തെ ശ്ലോകമാണ് ഇനി എടുക്കാനുള്ളത് എന്താ തോന്നുന്നത്. ഹരേ കൃഷ്ണ. നമുക്കത് തുടങ്ങാം. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതെന്ന് ആർക്കെങ്കിലും വല്ല ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ. ഒരു വരവും ഇല്ല അല്ലേ ആർക്കും? പറയാൻ മാതാജി, 1000 ശത്രുക്കളോട് ഏകനായി യുദ്ധം ചെയ്യാൻ കഴിവുള്ള പരീക്ഷിത്ത് മഹാരാജാവ് അപ്രകാരം ധാർമ്മിക വ്യക്തിത്വത്തെയും ഭൂമിദേവിയെയും, അതായത് ധർമ്മരാജാവിനെയും ഭൂമിദേവിയെയും സാന്ത്വനിപ്പിച്ചു. സർവ അധർമ്മങ്ങൾക്കും കാരണക്കാരനായ കലിസത്വത്തെ ഹനിക്കുവാൻ അദ്ദേഹം തന്റെ മൂർച്ചയേറിയ ഖഡ്ഗം കയ്യിലെടുത്തു. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആരും ക്ലാസ്സിലില്ലായിരുന്നു അല്ലേ? നമ്മളിത് വെറുതെ വായിച്ചു പോവുകയാണ്. ആർക്കും ഒന്നും കാരണം ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ആർക്കും ഒന്നും പറയാൻ കഴിയാതെ പോകുന്നത്. ഒരു ശ്ലോകം പഠിച്ചാൽ അതിനകത്ത് എന്താണ് പഠിച്ചത് എന്നുള്ളത് പറയാൻ കഴിയുന്നില്ല. പിന്നെ അത് പഠിച്ചതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. നമ്മളെ 28-ാമത്തെ ആ ഒരു ശ്ലോകത്തിൽ എന്താ പഠിച്ചതെന്ന് ഇപ്പം മാതാജി അതിന്റെ ഒരു ചുരുക്കം പറഞ്ഞു. വേറെ ആരും അത് കേട്ടിട്ടേ ഇല്ല അല്ലേ? ഹരേ കൃഷ്ണ. നമ്മൾ ഇനി ഏത് ശ്ലോകം എടുക്കേണ്ടത് അതുപോലും അവർക്ക് അറിഞ്ഞൂടാ. ഹരേ കൃഷ്ണ. ഞാൻ എൻ്റെതായിട്ട് ശ്ലോകം 29 എടുക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടോ? ഇവിടെ നോക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് 58 പേരെ കാണുന്നു. കൃഷ്ണ മാതാജി, കഴിഞ്ഞ ആഴ്ച ഞാൻ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഒന്നും പറയാൻ അതെ, പ്രഭു ഇല്ലായിരുന്നു അല്ലേ? ഓക്കെ. ബാക്കിയുള്ളവരോ? ബാക്കി ഇത്ര 57 പേരും ഉണ്ടായിരുന്നു മാതാജി. ഇനി 29 തന്നെ എടുക്കേണ്ടത്, അതറിയാം മാതാജി. ഹരേ കൃഷ്ണ. മാതാജി ക്ഷമിക്കണം എന്നോട്. ഞാൻ പ്രഭു ആ ക്ലാസ് ഒന്ന് ഇട്ടിരുന്നെങ്കിൽ നമുക്കത് കേൾക്കാൻ പറ്റും മാതാജി. അതാണ് ഇത് വരുന്നത്. പ്രഭു പഴയ ക്ലാസ് ആയി ഇട്ടോണ്ടിരിക്കുന്നത് മാതാജിയുടെ ക്ലാസ്സേ. പ്രഭു അതാത് ദിവസം ഇടാൻ ശ്രമിക്കൂ പ്രഭു. ഹരേ കൃഷ്ണ. വായിക്കാമല്ലോ പുസ്തകം ഇല്ലാത്തവരെ സംബന്ധിച്ച്. ഇത് തന്നെയല്ലേ? എന്നാലും കേൾക്കുമ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ഏകദേശ രൂപം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം മാതാജി. അപ്പോഴേ അത് എന്താണ് പഠിച്ചതെന്നുള്ള ഒരു ഇതില്ലാതെ നമ്മൾ ചുമ്മാതെ വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ.
ഹരേ കൃഷ്ണ. 29ാമത്തെ ശ്ലോകമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അത് ഹരേ കൃഷ്ണ. തം ജിഘാംസുമഭിപ്രേത്യ വിഹായ നൃപലാഞ്ചനം തത്പാദമൂലം ശിരസാ സമഗാത് ഭയവിഹ്വലഃ. തം ജിഘാസുമഭിപ്രേത്യ വിഹായ നൃപലാഞ്ചനം തത്പാദമൂലം ശിരസാ സമഗാത് ഭയവിഹ്വലഃ. തം അദ്ദേഹത്തെ, അവിടുത്തെ എന്നൊക്കെ പറയും. ജിഘാംസും, ജിഘാംസും എന്ന് പറഞ്ഞാല് വധിക്കുന്നതിന് ആഗ്രഹിക്കുന്ന, വധിക്കാൻ, ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന. അഭിപ്രേത്യ, അങ്ങനെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കാൻ പോവുകയാണെന്ന് ശരിക്കും മനസ്സിലാക്കി. അഭിപ്രേത്യ മനസ്സിലാക്കിയിട്ട് വിഹായ പരിത്യജിച്ചുകൊണ്ട്, വേണ്ടെന്ന് വെച്ചുകൊണ്ട്, നൃപലാഞ്ചനം രാജാവിന്റെ വേഷത്തിൽ, തത്പാദമൂലം, തത്പാദമൂലം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ, സമഗാതെ പൂർണ്ണമായി സമർപ്പിച്ചു. ഭയവിഹ്വല, എങ്ങനെ ഭയത്തോടു കൂടി, ഭയവിഹ്വലനായിട്ട് എന്നുവെച്ചാൽ അവിടെ കാരണം വാളും എടുത്തുകൊണ്ട് തന്നെ വധിക്കാൻ വരുന്നത് കണ്ടപ്പോൾ അത് എത്രമാത്രം നടപ്പിലാക്കും എന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം എന്താണ്? പാണ്ഡവരുടെ പിൻഗാമിയാണ്, എന്ത് വിചാരിച്ചാലും അത് നടപ്പിലാക്കിയിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ശത്രുക്കളോട് ഏകനായി യുദ്ധം ചെയ്യാൻ കഴിവുള്ള പരീക്ഷിത് മഹാരാജാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭയവിഹ്വലനായി, സമഗ ഭയവിഹ്വലനായി തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ അതിന്റെ വാക്കുകള് തം ജിഘാംസും അഭിപ്രേത്യ വിഹായ നൃപലാഞ്ചനം തത്പാദമൂലം ശിരസാ സമഗാത് ഭയവിഹ്വല. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. തം ജിഘാസും അഭിപ്രേത്യ വിഹായ നൃപലാഞ്ചനം തത്പാദമൂലം ശിരസ സമഗാത് ഭയവിഹ്വലഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. തം ജിഘാംസു അഭിപ്രേത്യ വിഹായ നൃപലാഞ്ചനം തത്പാദമൂലം ശിരസാ സമഗാത് ഭയവിഹ്വലഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുപാദി കി ജയ്, ഗുരുദേവ് കി ജയ്. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ കുതിരേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിനി നാമിനെ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ കുതിരേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന. നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരണേ നിർവിശേഷൂന്യവാദി പാശ്ചാത്യദേശധാരണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്ത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എനിക്ക് തോന്നുന്നത് ഇത് എന്റെ കുറ്റമാണ്, നിങ്ങൾക്ക് ഇത് പറയാൻ കഴിയാത്തത് എന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയുടെ കുഴപ്പമാണ്. എന്തെങ്കിലും ഒരു കുട്ടിക്ക് പറയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഗുരുവിന്റെ അനുഗ്രഹം എനിക്ക് കുറവായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങളെ പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് ഇങ്ങോട്ട് അത് പറയാൻ കഴിയാതെ പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഗുരുവിന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എടുക്കുകയാണ് ക്ലാസ്. വിവർത്തനം. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പോർട്ട് ബൈ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്. രാജാവ് തന്നെ നിഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ കലിസത്വം ഭയവിഹ്വലനായി രാജാവിന്റെ കപടവേഷം ഉപേക്ഷിച്ച് ശിരസ് കുനിച്ച് പരീക്ഷിത് മഹാരാജാവിനെ പൂർണ്ണമായും കീഴടങ്ങി. ഏത് രാജാവാണ് ഇവിടെ? പരീക്ഷിത് മഹാരാജാവ്. അപ്പം അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹം നിഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു? എന്തിനാണ് അതിന് കാരണമായത്? എന്താണ്? കലി കപടവേഷം ധരിച്ച് രാജാവിന്റെ കൂട്ടൊക്കെ വന്ന് അവിടെ വന്നിട്ട് എന്ത് ചെയ്തു? വന്നിട്ട് ഋഷഭത്തിനെയും പശുവിനെയും ദ്രോഹിക്കുന്നു. പശുവിനെ ഉപദ്രവിച്ചു. ദ്രോഹിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സഹിച്ചില്ല. എന്തെങ്കിലും അനർത്ഥങ്ങള് തന്റെ രാജ്യത്ത് ഉണ്ടാക്കിയാൽ തീർച്ചയായും ആ രാജാവിനെ, യുധിഷ്ഠിര മഹാരാജാവും അങ്ങനെ തന്നെയായിരുന്നു. തന്റെ രാജ്യത്തെ ഉണ്ടാകുന്ന ഏതൊരു അധർമ്മത്തെയും അടിച്ചമർത്താൻ തയ്യാറായി നിൽക്കുന്ന ആളായിരുന്നു യുധിഷ്ഠിര മഹാരാജാവ്. അതുപോലെ തന്നെയായിരുന്നു ദേഹവും ഈ രാജാവും. അങ്ങനെ തന്നെ നിഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുകയും ഉടൻ തന്നെ അദ്ദേഹം കപടവേഷം എല്ലാം ഉപേക്ഷിച്ചു ശിരസ് കുനിച്ചുകൊണ്ട് മഹാരാജാവിനോട് പൂർണ്ണമായും കീഴടങ്ങുന്നു. അപ്പം കലിസത്വത്തിന്റെ വേഷം അവിടെ കൃത്രിമമായ വേഷം കെട്ടിക്കൊണ്ടുമാണ് വന്നിരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം
ഒരു ശൂദ്രനെ പോലെ. അപ്പൊ അത് ഒരു അങ്ങനെ ആ വേഷം ആർക്ക് യോജിച്ചതായിരുന്നു? ഒരു ക്ഷത്രിയനായിരുന്നു യോജിച്ചിരുന്നത്. പണ്ട് കാലത്തും ഇന്നത്തെ പോലെ തന്നെ ഇന്നും വേഷം കെട്ടലുണ്ട്. അതുപോലെ പണ്ടും പല ആൾക്കാരും ഇതുപോലെ വേഷം കെട്ടി അതായിട്ട് നമുക്ക് ഭാഗവത്തിൽ നിന്നറിയാം. ആർക്കെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ കഴിയുമോ? വേഷം കെട്ടിയിട്ട് പൗണ്ഡ്രക വാസുദേവൻ ഭഗവാനെ പോലെ തന്നെ വേഷം കെട്ടിക്കൊണ്ട് എന്ത് ചെയ്തു? ഭഗവാനാണ് ഞാനെന്ന് അങ്ങ് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം എന്താണ് ഞാനാണ് യഥാർത്ഥ വാസുദേവൻ എന്ന് പറഞ്ഞ് അദ്ദേഹം അഹങ്കാരം കാണിച്ചുകൊണ്ട് ഇരുന്നു. അപ്പം ഒരു ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെയായിരിക്കണം? നീതി നടപ്പാക്കുന്നവനായിരിക്കണം ക്ഷത്രിയൻ. ഒരു സമൂഹത്തിൽ 4 തരം ആൾക്കാരാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നീതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ക്ഷത്രിയനാണ്. 4 വിഭാഗങ്ങളുണ്ട് എങ്കിലും മറ്റ് സമൂഹങ്ങളെ രക്ഷിക്കുക, രാജ്യത്തെ രക്ഷിക്കുക, സമൂഹത്തെ രക്ഷിക്കുക, ഇത് രണ്ടും അദ്ദേഹത്തിനുള്ളതാണ്. അപ്പം ശൂദ്രനെ പോലെ നീചകുലജാതനായി നിൽക്കുന്ന ഒരുവൻ ആരുടെ വേഷം ധരിച്ചിരിക്കുന്നു? രാജാവിന്റെ വേഷം ധരിച്ചിരിക്കുന്നു. അപ്പം ക്ഷത്രിയ രാജാവിന്റെ ഒരു പരീക്ഷിത് മഹാരാജാവ് എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമ വിശ്വാസനായ രാജാവാണ്. അദ്ദേഹത്തിന് എത്രമാത്രം ഏത് രീതിയിൽ വേണമെങ്കിലും അവിടെ വെച്ച് കലിസത്വത്തെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയ യുദ്ധം ചെയ്യുന്നത് ആ മഹാരാജാവിനോട് യുദ്ധം ചെയ്താൽ പോയാൽ തനിക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കപടവേഷമായ എല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം രാജാവിന്റെ മുൻപിൽ കൈവണങ്ങുകയും ശിരസ് കുനിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പം ഓരോ കാര്യവും ഭഗവാനാണെങ്കിലും എന്താണ് വേണ്ട രീതി, അത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ചെയ്തിരിക്കും. നമ്മൾ ഏത് സമയത്താണ് ഭഗവാൻ പറയുന്നുണ്ട് എങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്. 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യജ്ഞദാന തപകർമ്മ നത്യാജ്യം കാര്യമേവയ യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിണ. അപ്പൊ എന്ത് ചെയ്യണോ? യജ്ഞം ചെയ്യേണ്ട സമയത്ത് യജ്ഞം ചെയ്യണം, ദാനം ചെയ്യണമെങ്കിൽ ദാനം ചെയ്യണം, തപം ചെയ്യണമെങ്കിൽ തപം ചെയ്യണം. പക്ഷെ കർമ്മം ചെയ്യേണ്ട സമയത്ത് കർമ്മം ചെയ്തിരിക്കണം. ഇവിടെ രാജ്യത്തെ ഉപദ്രവം ഉണ്ടാക്കുന്നു, അവിടെ കർമ്മം ചെയ്യേണ്ടതായി വരുന്ന സമയത്ത് ആരെന്നും നോക്കാതെ ആ കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഏതായി പരീക്ഷിത് മഹാരാജാവിനോട് യുദ്ധം ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിയില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം വാളൂരി പിടിച്ചപ്പോൾ തന്നെ എന്ത് ചെയ്തു? അദ്ദേഹം കീഴടങ്ങുന്നതായി നമ്മൾ കാണുന്നത്. അപ്പൊ അവിടെ ക്ഷത്രിയ ധർമ്മം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ക്ഷത്രിയനാണ് പരീക്ഷിത് മഹാരാജാവ്. അദ്ദേഹം ചെയ്യേണ്ട ഏതൊക്കെയാണ് 4 വർണ്ണങ്ങൾ സമൂഹത്തിൽ ഭഗവാൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അത്? 4 വർണ്ണങ്ങളെ ഇതിന് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ട്? രാജ്യത്തിന്റെ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി 4 വർണ്ണങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ഏതൊക്കെയാണ് ആ 4 വർണ്ണങ്ങൾ? ആർക്കെങ്കിലും പറയാമോ? ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്ര, ബ്രാഹ്മണ, ക്ഷത്രിയർ. ക്ഷത്രിയ, വൈശ്യര്, ശൂദ്രര്. അപ്പൊ അതില് ബ്രാഹ്മണന്റെ പ്രധാനമായിട്ടുള്ള പണി എന്താണ്? ബ്രാഹ്മണർ എന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരിക, അല്ലെ? സത്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുക എന്നുള്ളതായിരുന്നു ബ്രാഹ്മണരുടെ പ്രാധാന്യം. അതിനാണ് ബ്രാഹ്മണര് വന്നിരുന്നത്. കാരണം അദ്ദേഹം യജനയാചന, പഠന, ദാന, പ്രതിഗ്രഹ അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ശൂദ്രരാണെങ്കിലോ, ശൂദ്രരെപ്പോഴും അവര് കൂടുതൽ ഇന്ദ്രിയത്തിന് സ്വാതന്ത്ര്യം കുറച്ചുകൂടി ഇന്ദ്രിയങ്ങൾക്ക് സന്തോഷം കിട്ടണം. അതിനുവേണ്ടിയാണ് ശൂദ്രരെപ്പോഴും വർക്ക് ചെയ്തത്. വൈശ്യരാണെങ്കിലോ ധനസമ്പാദനത്തിന് വേണ്ടിയാണ് അവര് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഇവിടെ പരീക്ഷിത് മഹാരാജാവിന്റെ ക്ഷത്രിയനായതുകൊണ്ട് അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം 30. പതിതം പാദയോർവീര കൃപയാദീനവത്സലഃ ശരണ്യോ നാവതി ശ്ലോക്യാം ആഹചേദം ഹസന്നിവാം. പതിതം പാദയോ വീര കൃപയാദീനവത്സലഃ ശരണ്യോ നാവതി ശ്ലോക്യ ആഹ ചേതം ഹസന്നിവാം. പതിതം എന്ന് പറഞ്ഞാൽ തന്റെ മുമ്പിൽ നിപതിച്ചിരിക്കുന്ന പാദയോഹ, തന്റെ പാദങ്ങളിൽ വീരനായകൻ കൃപയ, അനുകമ്പ കൊണ്ട് അല്ലെങ്കിൽ കൃപ കൊണ്ട്, ദീനവത്സലൻ, മലയാളത്തിലെ ദീനവത്സലൻ തന്നെ, ശരണ്യ, അഭയം നൽകാൻ അർഹതയുള്ള അഥവാ മാർക്ക് നൽകാൻ യോഗ്യതയുള്ള, അവധീത് എന്ന് പറഞ്ഞാൽ വധിച്ചു, ശ്ലോക്യ, പ്രകീർത്തിക്കാൻ തക്കവിധം മതിപ്പുള്ള ആളാണ് ശ്ലോക്യ.
ആഹ പറഞ്ഞു, ച ഇതം ഇത്, ഹസൻ മന്ദഹസിക്കുന്നു, ഇവ പോലെ. ഇത്രയും വാക്കുകളാണ് അതിനകത്ത് ഉള്ളത്. വിവർത്തനം, ട്രാൻസ്ലേഷൻ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്. അഭയം പ്രാപിച്ചവരെ സ്വീകരിക്കാൻ തക്ക യോഗ്യതയുള്ളവനും മാപ്പ് നൽകാൻ അർഹതയുള്ളവനും ചരിത്രത്തിൽ പ്രകീർത്തിക്കപ്പെടാൻ തക്ക മൂല്യമുള്ളവനുമായ പരീക്ഷിത് മഹാരാജാവ് പാവങ്ങളോടെ അത്യന്തം ദയയുള്ളവനാകയാൽ അധപ്പതിച്ചവനും ശരണം പ്രാപിച്ചവനുമായ കലിയെ വധിക്കാതെ അനുകമ്പാപൂർവം മന്ദഹസിച്ചു. അപ്പം അഭയം പ്രാപിച്ചവരെ സ്വീകരിക്കാൻ തക്ക യോഗ്യതയുള്ളവനാണ്, മാപ്പ് നൽകാൻ അർഹതയുള്ളവനാണ്. അതുപോലെ ചരിത്രത്തിൽ അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹത്തെ പ്രകീർത്തിക്കാത്ത കാര്യങ്ങളില്ല, അത്രമാത്രം മൂല്യമുള്ളവനായ പരീക്ഷിത് മഹാരാജാവ്. പക്ഷെ അദ്ദേഹത്തിന് പാവങ്ങളോടെ അദ്ദേഹം ദയയുള്ളവനാണ് എന്നും, അതുപോലെ ഇവിടെ തന്റെ മുന്നിൽ നിൽക്കുന്നവനെ അധപ്പതിച്ചവനാണ്, അതുപോലെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്, ശരണം പ്രാപിച്ചവനെ ഒരിക്കലും വധിക്കാൻ പാടില്ല എന്നതുകൊണ്ട് അനുകമ്പയോടുകൂടി മന്ദഹസിച്ചു എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കൂ. കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചിട്ട്. നമോ ഭഗവതേ വാസുദേവായ ഗുരുഭ്യോ നമഃ. ശ്ലോകം 30. പതിതം പാദയോർവീര കൃപയാ ദീനവത്സലഃ ശരണ്യോ നാവധി ശ്ലോക്യ ആഹാചേദം ഹസന്നിവ. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഒരാളുടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പതിതം പാദയോർവീര കൃപയാ ദീനവത്സലഃ ശരണ്യോ നാവധി ശ്ലോക്യ ആഘാതേദം ഹസന്നിവ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അപ്പം ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ പോലും തന്റെ മുന്നിൽ കീഴടങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയെ പിന്നെ ഉപദ്രവിക്കാൻ പോവുകയില്ല. ഇവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹം കലിസത്വം വന്നിട്ട് വലിയ രാജവേഷത്തിലൊക്കെ കൃത്രിമമായി വരികയാ വന്നത്. പക്ഷെ ഇവിടെ വന്ന് രാജാവിന്റെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വീണ് ക്ഷമ ചോദിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കൃപയുള്ളവനാണ് മഹാരാജാവ്. പാണ്ഡവ വംശം തന്നെ കൃപയുള്ളവരാണെന്ന് നമുക്കറിയാം. അത്യധികം കൃപയുള്ളവനാണ്. അതുപോലെ പാവങ്ങളോട് വളരെയധികം ദയയുള്ളവനാണ്. അങ്ങനെയുള്ള ഒരു രാജാവ് ഏത് രീതിയിലായാലും തന്റെ മുന്നിൽ കീഴടങ്ങി നിൽക്കുന്ന വ്യക്തിയെ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല എന്ന് അറിയാമായിരുന്നു. അപ്പം അദ്ദേഹം സത്യം വെളിപ്പെടുത്തി കപടവേഷമെല്ലാം മാറ്റി. അപ്പം രാജാവ് വധിക്കാനായി ആഗ്രഹിച്ചു. പക്ഷെ ആ സമയത്ത് തന്നെ അദ്ദേഹം കീഴടങ്ങുകയും ചെയ്തു. അങ്ങനെ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പം പരീക്ഷിത് മഹാരാജാവിന്റെ മഹാത്മ്യവും കൃപയും അങ്ങനെ വളരെ പ്രാധാന്യമുള്ളതായി ഇതിഹാസം പറയുന്നു. അപ്പം ഒരു ശത്രുവാണോ എങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ കീഴടങ്ങിയാൽ പിന്നെ അവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ദയയുള്ള വ്യക്തിയായിരുന്നു രാജാവെന്നും കൃപാലുവായിരുന്നു. അപ്പൊ ഈശ്വരാനുഗ്രഹത്താൽ കലിസത്വം അങ്ങനെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കപ്പെട്ടു. അപ്പൊ നമുക്കെല്ലാം അറിയാം, ഏത് രീതിയിലായാലും കലികാലത്തിൽ നമ്മള് ജനിച്ചിരിക്കുന്നു, നമ്മൾ അത് പ്രയോജനപ്പെടുത്താൻ നോക്കണം. അപ്പൊ ഈ കലി ഇവിടേക്ക് പ്രവേശിക്കുകയാണ്. കലികാലം എന്ന് പറഞ്ഞാൽ എന്താണ്? കലികാലത്തിന്റെ പ്രത്യേകത എന്താണ്? കലിയുഗം വന്നാൽ എന്താ കുഴപ്പം വല്ലതും ഉണ്ടോ, അതോ ഗുണമുണ്ടോ? എന്താണ് കലികാലത്തിനുള്ള പ്രത്യേകത? ഹരേ കൃഷ്ണ മാതാജി. മനുഷ്യരെല്ലാം അല്പായുസികളായിരിക്കും, മന്ദബുദ്ധികളായിരിക്കും, അവർ കലഹികളായിരിക്കും. അതൊക്കെയല്ലേ മാതാജി? ഹരേ കൃഷ്ണ. അതെ അതെ. അതിനോടൊപ്പം എന്തെങ്കിലും ഗുണമുണ്ടോ മാതാജി? ഹരേ കൃഷ്ണ. വേറെ ആർക്കും പറയാം. ഹരിനാമ സങ്കീർത്തനം മാതാജി. കലിയുഗത്തിൽ ഹരിനാമ സങ്കീർത്തനം ഹരിനാമ സങ്കീർത്തനം കിട്ടിയില്ലേ? ഹരിനാമ സങ്കീർത്തനം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഭഗവാനിൽ എത്താനുള്ള സൗകര്യം. നമ്മള് ഹരിനാമത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും പരിശുദ്ധമായി ഹരിനാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായും ഈ കലികാലത്തിൽ എന്ന് വെച്ചാൽ മറ്റു ലോകങ്ങളിലുള്ള ഈ 14 ലോകത്തിൽ മറ്റു ലോകങ്ങളിലുള്ള എല്ലാവരും ഈ കലിയുഗത്തിൽ ഭൂമിയിൽ വന്ന് ജനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കലിയുഗത്തിൽ എന്ത് ചെയ്യും?
ആ നാമസങ്കീർത്തനം കൊണ്ട് തന്നെ ഭഗവത് എത്താൻ കഴിയും. അപ്പൊ അതിനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അവസരമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് കലികാലത്തെ നമ്മൾ എന്തെല്ലാം ഒരുപാട് ദോഷങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു ഭാഗവതത്തില്, ഇനിയും പഠിക്കും 11ാം സ്കന്ധത്തില്. അപ്പൊ അങ്ങനെ കലിയുഗത്തിൽ എന്തെല്ലാം ദോഷവശങ്ങളുണ്ടോ, പക്ഷെ അതോടൊപ്പം തന്നെ ഒരു ഗുണം തന്നിട്ടുണ്ട്. എന്താണ്? നാമസങ്കീർത്തനം കൊണ്ട് നമുക്ക് അവിടെ ഭഗവാനിലേക്ക് പോകാൻ കഴിയും. അതുപോലെ നമ്മൾ ശ്രമിച്ചാൽ മതി എന്നാണ്. അപ്പൊ നമുക്കൊരു മനുഷ്യ ജന്മം കിട്ടി. ആ മനുഷ്യ ജന്മത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തിയെടുക്കണം. ഇപ്പൊ മനുഷ്യന് മാത്രമല്ലേ ഇത് സാധിക്കുള്ളൂ. ഒരു പശുവിനോ അല്ലെങ്കിൽ ഒരു ഉറുമ്പിനോ അല്ലെങ്കിൽ ഒരു വണ്ടിനോ ഏതെങ്കിലും ഒന്നിന് അവിടെ നിന്നോട്ട് നാമം ജപിച്ചിട്ട് എനിക്ക് ഭഗവാന്റെ അടുത്ത് പോകാം എന്ന് കരുതാൻ കഴിയുകയില്ല. അപ്പൊ ഒരു മനുഷ്യന് മാത്രമേ അത് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. യഥാസു ദുർലഭമിതം ബഹുസംഭവാന്തേ മാനുഷ്യം അർത്ഥതം അനിത്യം അർത്ഥതം അഭീഹ ധീര തൂർണം ഏതനജതേ അനുമൃത്യയാവത് നിശ്രേസൻ വിഷയഖരു സർവഥ എന്ന് പറയും. എന്ന് വെച്ചാൽ ലബ്ധ്വാ സുദുർലഭമിതം എന്ന് വെച്ചാൽ കിട്ടിയിട്ട്, ലബ്ധ്വ എന്ന് വെച്ചാൽ കിട്ടിയിട്ട്. എന്ത് കിട്ടിയിട്ട്? മനുഷ്യ ജന്മം കിട്ടിയിട്ട്. സുദുർലഭമായി കിട്ടാൻ വളരെ പ്രയാസമാണ്. ഈ ഒരു മനുഷ്യജന്മം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കിട്ടുന്ന ഒന്നും അല്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും, എങ്കിലും വളരെ കിട്ടാൻ പ്രയാസമേറി ഈ മനുഷ്യജന്മം നമുക്ക് കിട്ടിയിട്ട് എന്താണ്? ബഹുസംഭവാന്തേ, എത്ര ജന്മങ്ങളാണ് നമ്മൾ കഴിച്ചു കൂട്ടിയിരിക്കുന്നത്. എത്ര ജന്മങ്ങൾ അങ്ങനെ കഴിച്ചു കൂട്ടി, കോടാനുകോടി ജന്മങ്ങൾ കഴിച്ചു കൂട്ടിയതിനു ശേഷം ഒരു കിട്ടാൻ വളരെ പ്രയാസമേറി ഈ മനുഷ്യജന്മം നമുക്ക് കിട്ടിയിട്ട് മാനുഷ്യം അർത്ഥതം അനിത്യ അഭീഹതീര. മാനുഷ്യം എന്ന് വെച്ചാൽ മനുഷ്യരൂപം, അർത്ഥതം വിലപ്പെട്ട, അതുപോലെ അനിത്യം ഒരിക്കലും ശാശ്വതമല്ല. അതിപ്പൊ കിട്ടി, ചിലപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന സമയത്ത് തന്നെ നഷ്ടപ്പെടാം. അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കുമല്ലേ? അപ്പൊ ഇരിക്കുമ്പോൾ തന്നെ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അത് നഷ്ടപ്പെടാം. കിട്ടിയ ഈ സൗഭാഗ്യം, ഈ മനുഷ്യരൂപം, അത് എങ്കിലും അഭീഹ ധീര, എങ്കിലും അങ്ങനെയുള്ള ഒരു ധീരനായ ഒരു വ്യക്തി, എങ്ങനെയാ ധീരൻ? തൂർണം ഏത, വളരെ പെട്ടെന്ന് ശ്രമിക്കണം. തൂർണം എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന്. തൂർണം ഏത ധീര. അപ്പൊ എങ്ങനെയായിരിക്കണം? എളുപ്പം ശ്രമിക്കണം. ഏതാന്ന് വെച്ചാൽ ശ്രമിക്കണം. നപതേത്, കോളനായി പോകാതിരിക്കാൻ, വീണു പോകാതിരിക്കാൻ ശ്രമിക്കണം. ആ വീഴുന്നതിന് മുമ്പ് നമ്മളത് പ്രയോജനപ്പെടുത്തണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അനുമൃത്യ യാവത് എന്ന് വെച്ചാൽ മരണത്തിന് വിഷയീഭവിക്കുന്ന ഈ ശരീരത്തെ അതുകൊണ്ട് നേടാവുന്ന ആത്യന്തികമായ ഭഗവാനിൽ എത്താനുള്ള ആ ചിന്തയെ, ആ പ്രേമത്തെ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് ഭാഗവതം തന്നെ നമുക്ക് 11:9-29 പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ധാരാളം ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. ആ ജന്മം എന്ന് പറയുന്ന അസ്ഥിരമാണ്. നമുക്കറിയത്തില്ല ഏത് സമയത്ത് നമ്മൾ പോകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത്യുന്നത പരിപൂർണത പ്രാപിക്കാൻ അവസരം തരുന്ന ദുർലഭമായ ഒരു ജീവിതം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതിനെ മരണത്തിന് വിഷയീഭവിക്കാൻ ഏത് സമയവും കഴിയുന്നതാണത് എന്നോർത്തുകൊണ്ട് ഈ ശരീരം നഷ്ടപ്പെടുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? ആത്യന്തികമായ പരിപൂർണതയ്ക്ക് ശ്രമിക്കണം. നമ്മൾ വിചാരിക്കും മനുഷ്യജന്മം ഇതാണ്, ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അല്ലെങ്കിൽ സന്തോഷിക്കുന്നവർ വിചാരിക്കും ഇത് ഒരുപാട് സന്തോഷമുള്ളതാണ്, ദുഃഖിക്കുന്നവർ വിചാരിക്കും എത്രയോ കഷ്ടപ്പാടുള്ളതാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എന്ന് വെച്ചാൽ ബാക്കിയുള്ള വിഷയസുഖങ്ങളൊക്കെ ഏതൊരു ജീവികൾക്കും കിട്ടുന്നതാണ്. പക്ഷേ ഈ പരിപൂർണത, ഭഗവാനിലേക്ക് എത്താനുള്ള പരിപൂർണത എന്ന് പറയുന്നത്, കൃഷ്ണാവബോധം എന്ന് പറയുന്നത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഓർത്തോണം, ഈ ശരീരം എപ്പോഴാണ് പതിക്കുന്നതെന്ന് അറിയില്ല. ശരീരം പതിക്കുന്നതിന് മുമ്പേ എങ്ങനെയെങ്കിലും ഭഗവാനെ വിളിക്കാനും ഭഗവാനിലേക്ക് എത്തിപ്പെടാനും നമ്മൾ ശ്രമിക്കണം. കാരണം കിട്ടിയത് പൊന്നിനെ കളഞ്ഞു വിളിക്കാതെ. കാരണം ഏത് സമയത്ത് ഇനിയും ചിലപ്പോൾ നമുക്ക് മനുഷ്യജന്മം കിട്ടിയെന്ന് വരത്തില്ല. കിട്ടിയാൽ തന്നെയും അത് പ്രയോജനപ്പെടുത്താൻ ആ സമയത്ത് നമുക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. അതുപോലെ ഒരു ഗുരുവിനെ കിട്ടിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ പറഞ്ഞു തരാനുള്ള ഒരു സംഘം കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ ആ ഒരു സംഘവും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നേടിയെടുക്കാൻ ഈ കലിയുഗത്തിൽ അതിന് ഈസിയായി സാധിക്കും. കാരണം എന്തുകൊണ്ട്? നാമസങ്കീർത്തനം യസ്യാ സർവപാപ പ്രണാശനം നാമോ ദുഃഖശമനം
തം നമാമി ഹരിം പദം. അപ്പൊ ആ ഹരിയുടെ പദത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ ആകുന്നത് ശ്രമിക്കുക. നമ്മളാ ഇതുകൊണ്ട് കഴിയുമോ എന്ന് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇങ്ങനെ ഈ അന്ധകാരത്തിൽ കടന്ന് ഇതിൽ കടന്ന് ബാഹ്യശക്തിയുടെ ഭാവത്തിൽ കിടന്നിരിക്കുകയാണ് എന്നിരുന്നാൽ തന്നെയും ആ ബാഹ്യശക്തിയിൽ നിന്നും പോകാനായിട്ട് നമുക്ക് ശ്രമിച്ചാൽ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. കലിയുഗത്തിൽ അത് വളരെ പ്രധാനമാണ്. അപ്പൊ കലിയുഗം എന്ന് പറയുന്നത് ഏറ്റവും മോശമായ ഹീനമായ യുഗമാണ്. ഏറ്റവും വളരെ എന്ന് വെച്ചാൽ മനുഷ്യൻ എന്താണ് ഒരു നായയെ പോലെ അധപ്പതിക്കുന്ന യുഗം. അപ്പൊ അങ്ങനെയുള്ള ആ യുഗത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ മുന്നേറാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഓർത്തിരിക്കേണ്ട കാര്യം. ഹരേ കൃഷ്ണ. അപ്പം ഇവിടെ കപടവേഷധാരിയായി കലിസ്വത്വം ഒരാജ്ഞാനുവർത്തിയെ പോലെ അദ്ദേഹത്തെ ശിരസ് കുനിച്ച് വണങ്ങി തന്റെ രാജകീയ വേഷം ഉപേക്ഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം 30. പതിതം പാദയോർവീര കൃപയാദീന വത്സലഃ ശരണ്യോനാവധി ശ്ലോക്യ ആഹജേദം ഹസന്നിവ. പതിതം പാദയോർവീര കൃപയാദീന വത്സലഃ ശരണ്യോ നാവധി ശ്ലോക്യ ആഹജേദം ഹസന്നിവ. പതിതം മലയാളത്തിലെ വാക്ക് തന്നെ താഴെ വീണ. പാദയോഹു പാദങ്ങളിൽ. അപ്പൊ പതിതം പാദയോർവീര. ഹരേ കൃഷ്ണ. അതല്ലേ ഇപ്പൊ എടുത്തത് അല്ലേ? അതാ എടുത്തത്. അത് എടുത്തു കഴിഞ്ഞു. ഹരേ കൃഷ്ണ. ഞാൻ മറ്റേത് പറഞ്ഞുകൊണ്ട് അങ്ങ് മറന്നുപോയി. ശ്ലോകം 31. രാജോവാച നഥേ ഗൂഢാകേശോധരാണാം ബദ്ധാഞ്ജലേർവൈ ഭയമസ്തി കിഞ്ചിത് നവർത്തിതവ്യം ഭവതാ കഥഞ്ജന ക്ഷേത്രേ മദീയേ ത്വമധർമ്മബന്ധുഃ. രാജോവാച നഥേ ഗുഡാകേശോധരണാം നവർത്തിതവ്യം ഭവതാ കഥഞ്ജന ക്ഷേത്രേ മദീയേ ത്വമധർമ്മബന്ധുഃ. നഥേ ഗുഡാകേശ യശോധരണ. നതേ എന്ന് വെച്ചാൽ എവിടെയും ഓപ്പോസിറ്റ് മീനിങ് ആണ്. അല്ല. തേ നിങ്ങളുടെ. ഗുഡാകേശ. ഗുഡാകേശൻ ആരാണ്? അർജുനനാണ്. എന്തുകൊണ്ടാണ് അർജുനനെ ഗുഡാകേശൻ എന്ന് പറയുന്നത്? ഗുഡക എന്ന വാക്കിന്റെ അർത്ഥം ഉറക്കം, സ്ലീപ്പ്. ഗുഡക ഉറക്കം എന്നുള്ളതാണ്. ആ ഉറക്കത്തെ ജയിച്ചവനായിരുന്നു ആര്? അർജുനൻ. ഉറക്കത്തെ ജയിച്ചവൻ എന്ന് അതൊരു ഭാഗത്ത്. അതുപോലെ അജ്ഞതയെ, ഉറക്കം എന്ന് പറയുന്നത് എന്താണ്? അന്ധകാരം. അജ്ഞതയെ ജയിച്ചവൻ. ഈ രണ്ടർത്ഥമാണ് അവിടെ വരുന്നത്. ഒന്ന് ഉറക്കത്തെ ജയിച്ചവൻ, അല്ലെങ്കിൽ അന്ധതയെ ജയിച്ചവൻ. ഉറക്കത്തെ ജയിച്ചവൻ എന്ന് പറയാൻ കാരണം പറയുന്നുണ്ട്. എന്താണ്, കുന്തി ദേവി ആഹാരങ്ങളൊക്കെ വിളമ്പി വെച്ചു. ആ സമയത്ത് അവിടെ വെളിച്ചമില്ലാതെ വന്നു. വെളിച്ചമില്ലാതെ വന്ന അവസരത്തില് ഈ അർജുനന്റെ സഹായത്താൽ അവർക്ക് അതെല്ലാം കാണാൻ കഴിഞ്ഞു എന്നൊരു സ്റ്റോറി പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു അന്ധകാരത്തെ ജയിച്ചവൻ എന്നുള്ള അർത്ഥം. അതുപോലെ പിന്നെ ഉറക്കത്തെ ജയിച്ചുകൊണ്ട്, ഒരു ഉറക്കമില്ലാതെ നിന്നുകൊണ്ട് അമ്പെയ്യാൻ കഴിവുള്ളവനായിരുന്നു അർജുനൻ. അവിടെ ഉറക്കത്തെ ജയിച്ചവൻ എന്ന് പറയുന്നു. പിന്നെ അജ്ഞതയെ ജയിച്ചവനാണ്. ഇവിടെ നമുക്ക് ഈ ഭഗവത്ഗീതയിൽ ഇപ്പൊ നിങ്ങൾ വായിച്ചു, അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അർജുന അറിവില്ലാത്തവനെ പോലെ ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അർജുനന്റെ ചോദ്യമല്ല. നമ്മളെ പോലെയുള്ള മണ്ടന്മാരെ പോലെയുള്ള ചോദ്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത്. കാരണം എന്തുകൊണ്ട്? നമ്മക്കാണൊന്നും അറിഞ്ഞുകൂടാത്തത്, അല്ലാതെ അർജുനൻ അതെല്ലാം അറിയാവുന്നവനാണ്. അന്ധകാരത്തെ അറിവില്ലായ്മയെ ജയിച്ചവനും. അപ്പൊ അർജുനനെ ഉറക്കത്തെ ജയിച്ചവനാണ്, അജ്ഞതയെ ജയിച്ചവനാണ്, അന്ധകാരത്തെ ജയിച്ചവനാണ്. അപ്പം ഗുഡാകേശ യശോധരാണാം. യശഃ ധരണാം. യശഃ ധരാണാം. പിന്നീട് യശോധരണ എന്ന് വെച്ചാൽ നല്ല കീർത്തി യശസ് എന്ന് വെച്ചാൽ എന്താണ്? കീർത്തിയല്ലേ മലയാളത്തില്. അപ്പം കീർത്തി പാരമ്പര്യമുള്ള നമ്മുടെ ബദ്ധാഞ്ജലി നമ്മുടെ മുമ്പിൽ എങ്ങനെ നിൽക്കുകയാണ്? ബദ്ധാഞ്ജലിയായിട്ട് നിൽക്കുന്നു. കൂപ്പ് കൈകളോടുകൂടി നിൽക്കുന്ന ഒരുവനെ. വൈ എന്ന് വെച്ചാൽ സർട്ടൻലി, തീർച്ചയായും. ഭയം, പേടി. അസ്ഥി, അവിടെയാകുന്നു. കിഞ്ചിതേ, കിഞ്ചിത് എന്ന് പറഞ്ഞാൽ പേരിനെങ്കിൽ പോലും. ന, ഇല്ല. വർത്തിതവ്യം, ജീവിക്കാൻ അനുവദിക്കുക. വർത്തിതവ്യം. ഭവത, അങ്ങയാൽ. കഥഞ്ചന, എല്ലാവിധത്തിലും. ക്ഷേത്രേ, ഭൂമിയിൽ. മതിയെ, എന്റെ രാജ്യത്ത്. ത്വം, നീ. അധർമ്മബന്ധു, അധർമ്മത്തിന്റെ മിത്രം.
നദേ ഗുഡാകേശ യശോധരാണാം വ്യഥാഞ്ജലേർവൈ ഭയമസ്തി കിഞ്ചിത് നവർത്തിതവ്യം ഭവതാ കഥഞ്ചന ക്ഷേത്രേ മദീയേ ത്വം അധർമ്മബന്ധുഃ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചെല്ലട്ടെ മാതാജി. വായിക്കും. രാജോവാച നതേ ഗുഡാകേശ യശോധരണാം ബദ്ധാഞ്ജലേർവൈ ഭയമസ്തി കിഞ്ചിത് ന വർത്തിതവ്യം ഭവതാ കഥഞ്ചന ക്ഷേത്രേ മദീയേ ത്വം അധർമ്മബന്ധുഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അവിടെ യശോധരാണാം എന്നാണ് കേട്ടോ. യശോധരാണ ഒന്ന് ദീർഘം അവിടെ കുറവുണ്ട്. ഞാൻ നോക്കിയത് പ്രഭു നമ്മുടെ ഭാഗവതത്തിലെ നദേ ഗുഡാകേശ യശോധരാണാം എന്ന് പറയണേ. കറക്റ്റ് ചെയ്തോളൂ. പോലെ വിവർത്തനം ട്രാൻസ്ലേഷൻ പർപ്പസ് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുവാദിക്ക് ജയം. വിവർത്തനം. രാജാവ് ഇപ്രകാരം പറഞ്ഞു: നാം അർജുനന്റെ കീർത്തി പാരമ്പര്യമുള്ളവനാണ്. ആകയാൽ കൂപ്പുകൈകളോടെ നമ്മെ സ്വയം ശരണം പ്രാപിച്ച നീ ഇനി നിന്റെ ജീവനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട. എന്നാൽ അധർമ്മബന്ധുവായ നീ എന്റെ രാജ്യത്ത് വസിക്കാൻ പാടുള്ളതല്ല. അപ്പൊ രാജാവ് പറയാണ്, ഞാന് അർജുനന്റെ കീർത്തി പാരമ്പര്യമുള്ള രാജാവ് പറയാ, ഞാന് അർജുനന്റെ കീർത്തി പാരമ്പര്യമുള്ളവനാണ്, കൊച്ചുമകനാണ് അല്ലെ. ആകയാൽ കൂപ്പുകൈകളോടെ നമ്മെ സ്വയം ശരണം പ്രാപിച്ച നീ ഇനി നിന്റെ ജീവനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ നീ എന്റെ രാജ്യത്തെ വസിക്കാൻ പാടുള്ളതല്ല. അപ്പം പാണ്ഡവരുടെ പാരമ്പര്യം അല്ലെങ്കിൽ തന്നെ നല്ലവരായ ആൾക്കാരുടെ പാരമ്പര്യമാണ് തന്നെ അഭയം പ്രാപിക്കുന്നവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പൊ അദ്ദേഹം കലിയെ തന്റെ രാജ്യത്തേക്ക് കടത്തിവിടാൻ, തന്റെ ജനങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാക്കാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചില്ല. അങ്ങനെ ഒരു പ്രബലനായ രാജാവായിരുന്നു പരീക്ഷിത് മഹാരാജാവെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ പരീക്ഷിത് എന്ന പേര് വന്നത്? പരീക്ഷണത്തെ ജയിച്ചവൻ, ഇത്രയുടെ ഗർഭത്തിൽ കിടന്ന് ഭഗവാൻ രക്ഷിച്ചുകൊണ്ട് അശ്വത്ഥമാവ് അസ്ത്രം വിട്ട് കഴിഞ്ഞപ്പോ. കാരണം അദ്ദേഹം ആ സമയത്ത് ഉത്തരയുടെ ഗർഭത്തിൽ കിടക്കുന്ന അവസരത്തിൽ ഭഗവാനെ കണ്ടിരുന്നു. ഭഗവാനെ ഇങ്ങനെ ഭഗവാന്റെ രൂപം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഇരുന്നു. ഭഗവാനെ കണ്ടത് കൊണ്ട് എന്താണ് സ്യാനനം മകരകുണ്ടല ചാരുകർണ പ്രാജത്ക പോല സുഭഗംസ വിലാസഹാസം നിത്യോത്സവം നൃഷിബന്ധ്യോ നാര്യോ നരശ്ച മുദിതാ കുപിതാ നിമേശ്ച എന്നാണ് പറയുന്നത്. നാരിയായാലും ശരി നഗ്നായാലും ശരി ആ യസ്യാനനം മകരകുണ്ടല ചാരുകർണ അങ്ങനെയുള്ള ആ മനോഹരമായ രൂപം അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാൻ കണ്ടു. രാജാവ് കണ്ടു. ആ രൂപം കണ്ടത് പിന്നെ അദ്ദേഹം ഇവിടെ വന്ന ശേഷം ഓരോ വ്യക്തിയിലും അദ്ദേഹം ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. ആരെ കണ്ടാലും ആരെയാണ് ഞാൻ അന്ന് കണ്ടത് എന്നുള്ള ആ ഓരോ മനസ്സിലെ ചിന്താഗതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആരെയൊക്കെ കാണുമ്പോഴും അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടേ ഇരുന്നത് കൊണ്ടാണ്, പരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പരീക്ഷിത് മഹാരാജാവെന്ന് വിളിക്കുന്നത്. ആ ഒരു പരീക്ഷിത്തെന്ന് വിളിക്കാൻ കാരണമാണത് പറയുന്നത്. ഇവിടെ അങ്ങനെ ഇവിടെ പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ കലിസത്വം വിധ അധർമ്മങ്ങളുടെയും മിത്രമായ കലിസത്വം കീഴടങ്ങുന്ന പക്ഷം അവന് മാപ്പ് കൊടുക്കണം. എന്നാൽ ഒരു കാരണവശാലും ഐശ്വര്യസമ്പൂർണമായ തൻ്റെ രാജ്യത്തിന്റെ ഒരു ഭാഗത്തും അവനെ വസിപ്പിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ശൂദ്രനായിരിക്കുന്ന ശൂദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ ഉദ്ദേശ്യം, അവന്റെ പ്രവൃത്തി എന്താണെന്ന് ഞാൻ പറഞ്ഞു. ശൂദ്രനെ അവൻ എന്താ ചെയ്യുക? ശൂദ്രന്റെ ജോലി എന്താണ്? ഇന്ദ്രിയ സന്തോഷം. ഇന്ദ്രിയ സന്തോഷമാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് സേവനം ചെയ്തിട്ട് അതിൽ നിന്നുള്ള ലാഭം അല്ലെ, മറ്റു 3 വിഭാഗക്കാർക്കും സേവനം ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് ലാഭം എടുത്തിട്ട് അവർക്ക് ഇന്ദ്രിയ സന്തോഷം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി
സമൂഹത്തിന് ആവശ്യമാണ്. സമൂഹത്തിന് ഭഗവാൻ 4 വിഭാഗങ്ങളെയും ഞാനാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ 4 വിഭാഗങ്ങളെയും സൃഷ്ടിച്ചത് ഓരോരോ ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. ഒരു ശൂദ്രനെയും ആവശ്യമാണ്. മറ്റ് സമൂഹത്തിന് അതിൻ്റെതായ സേവനം ചെയ്തു കൊടുക്കാൻ ശൂദ്രനും ആവശ്യമായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഐശ്വര്യപൂർണമാണ് തന്റെ രാജ്യമെന്നും ഇവിടെ തെറ്റായ രീതിയിൽ വന്ന ശൂദ്രൻ എന്നുള്ളതാണ്. ഇവിടെ സാധാരണ ഒരു ശൂദ്രനല്ല. ഇവിടെ എന്താണ് കള്ളം പറഞ്ഞുകൊണ്ട് എന്താണ് ആ തെറ്റ് രൂപത്തിൽ ശരിയായിട്ട് വരികയല്ല ചെയ്തത്, വേഷം മാറി വന്ന് ഉപദ്രവിക്കാൻ നോക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. ഭൂമിദേവി അസ്വസ്ഥയാകുന്നു, അതാണ് ധർമ്മം ഇല്ലാതെയാകുന്നു. എന്താണ് 4 യുഗങ്ങളിലുമുള്ള ധർമ്മം, 4 യുഗങ്ങളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതൊക്കെ മറന്നു ഉണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സത്യയുഗം അതിലൊക്കെ എന്താണെന്നുള്ളത്? ധർമ്മത്തിന് 4 പാദങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അവ? സത്യം, ധർമ്മം, സത്യം മാത്രം. ഞാനൊരു 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ടിരിക്കട്ടെ. അത് പോയിട്ടൊന്ന് നോക്കൂ. എന്തൊക്കെയാണ് 4 യുഗങ്ങളിൽ? ഇപ്പൊ കലിയുഗത്തിൽ ഏത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എന്താണത്? സത്യം മാത്രം. അത് ഈ 4 യുഗങ്ങളിൽ വരുന്നതാണ് സത്യമത. സത്യത്തിന്റെ ഒരംശം മാത്രം അല്ലെ? ഇവിടെ ആ സത്യം പോലും ഇവിടെ ആക്രമിക്കപ്പെട്ടു. എന്തുകൊണ്ട്? കള്ളം പറഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ? സത്യം വളരെ വികലമാക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ രാജാവിന്റെ മുമ്പില്. സത്യമാണ് കലിയുഗത്തിൽ, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മേഴ്സിയും കരുണയും ഞാൻ പറയുന്നില്ല. നിങ്ങൾ തന്നെ അത് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ കിട്ടും. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ശ്രദ്ധയും ഇല്ലാത്തത് ഭാഗവതം പഠിക്കുന്നത്. അതായത് എന്തായാലും നിങ്ങൾ അത് നോക്കിയിട്ട് അടുത്ത ദിവസം വന്ന് എന്നോട് പറഞ്ഞാൽ മതി. കാരണം അത്രമാത്രം. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ ആ ഒരു സത്യത്തെ വികലമാക്കിയിരിക്കുന്ന വ്യക്തിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ രാജ്യത്തിന്റെ ഒരു ഭാഗത്തും അവനെ വസിപ്പിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഒരു സ്വാർത്ഥ താല്പര്യങ്ങളും കൂടാതെ ലോകക്ഷേമത്തിനായി കുരുക്ഷേത്ര യുദ്ധത്തിന് യഥാർത്ഥ കാരണക്കാരനായ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിശ്വസ്തരായ പ്രതിനിധികളായിരുന്നു പാണ്ഡവർ. പാണ്ഡവ വംശത്തിൽപ്പെട്ടവനാണ് ഞാന്. ഭഗവാൻ എന്താഗ്രഹിച്ചോ അതിനെ നടത്തി കൊടുത്ത ആൾക്കാരായിരുന്നു പാണ്ഡവര്. അങ്ങനെ ആ പാണ്ഡവരുടെ അങ്ങനെയുള്ള ഉത്തമ വംശത്തിൽപ്പെട്ടവനാണ് ഞാന്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇത് പരീക്ഷിത് മഹാരാജാവും അല്ലെങ്കിൽ യുധിഷ്ഠിര മഹാരാജാവും അദ്ദേഹത്തിന്റെ പിൻഗാമികളും രാജ്യം ഭരിച്ചു ധർമ്മത്തെ നിറവേറ്റി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് ഭഗവാൻ കൃഷ്ണന്റെ ആഗ്രഹമായിരുന്നു. അതിനനുസരിച്ചാണ്. കാരണം യുധിഷ്ഠിരനും ബാക്കി പിന്നീട് വന്ന ആരൊക്കെയാണ്? ഭഗവാൻ യുധിഷ്ഠിരൻ രാജാവായതിനു ശേഷം പിന്നെ ആര് വന്നു? ഭഗവാൻ രാജാവാക്കി അല്ലേ? ആരാണ്? പിന്നീട് ആരും വന്നില്ല. പരീക്ഷിത് മഹാരാജാവാണ് പിന്നീട് ഭരിച്ചത്. അദ്ദേഹത്തിന്റെ ഗാമികളും ലോകം ഭരിക്കണമെന്നും ശ്രീകൃഷ്ണ ഭഗവാൻ ആഗ്രഹിച്ചു. അങ്ങനെ പരീക്ഷിത് മഹാരാജാവിനെ പോലെ കർത്തവ്യബോധമുള്ള ഒരു രാജാവ് പാണ്ഡവരുടെ സത്കീർത്തിയെ നഷ്ടപ്പെടുത്തി പോവുകയില്ല അല്ലേ? പരീക്ഷിത് മഹാരാജാവ് ഒരിക്കലും ആ ഒരു പാണ്ഡവരുടെ സത്കീർത്തിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയില്ലെന്നും ഇങ്ങനെയുള്ള ഒരു അധർമ്മ ബന്ധുവിനെ തന്റെ രാജ്യത്ത് നിർത്തിയേക്കുകയില്ല എന്നും വധിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അഭയം പ്രാപിച്ചു കഴിഞ്ഞു. അങ്ങനെ ഈ അഴിമതിയെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഇത് ഒരു മാർഗമായി അദ്ദേഹം കണ്ടത് തന്റെ രാജ്യത്തിൽ നിന്ന് പൊയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പൊ രാജ്യത്ത് നിന്ന് അധർമ്മത്തെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കണം. അങ്ങനെയാണ് ഒരു ഭരണാധികാരി പെരുമാറേണ്ടത്. അല്ലാതെ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് പോലെ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കുക. അപ്പൊ അതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ശ്ലോകത്തിൽ അതേ പറയുന്നുള്ളൂ. ഈ ശ്ലോകം വായിച്ചായിരുന്നു നിങ്ങൾ? ഇല്ലല്ലോ, വായിച്ചു അല്ലേ? വായിച്ചു. യശോധര വായിച്ചു. ഹരേ കൃഷ്ണ. ശ്ലോകം 32. ത്വാം വർത്തമാനം നരദേവദേഹേഷ് അനുപ്രവൃത്തോയമധർമ്മപൂഗഃ ലോകോ നൃതം ചൗര്യമനാര്യമംഹോ ജ്യേഷ്ഠാജമായ കലഹശ്ച ദംഭ. ത്വാം വർത്തമാനം, ത്വാം നീ, വർത്തമാനം നീ ഇവിടെ സന്നിഹിതനായിരിക്കുമ്പോൾ, നീ ഇവിടെ ഉള്ളപ്പോൾ, വർത്തമാനം ഇവിടെ ഉള്ളപ്പോൾ, നരദേവ രാജാവ്, നരദേവൻ എന്ന് പറഞ്ഞ രാജാവ്, ദേഹേഷു എന്ന് പറഞ്ഞ ശരീരം, അനുപ്രവൃത്ത എവിടെയും ഉണ്ടാകുന്നു, അയം അവയെല്ലാം,
അധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിനെതിരായിട്ടുള്ള തത്വങ്ങള്. പുക മീൻസ് ജനങ്ങള്. ലോഭ എല്ലാവർക്കും അറിയാം. അനർത്ഥം എന്ന് വെച്ചാൽ കള്ളത്തരം, സത്യം പറയാതിരിക്കുക, കള്ള രീതിയിലുള്ള പെരുമാറ്റം. ശൗര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചൗര്യമനാരമോ. ചൗര്യം എന്ന് വെച്ചാൽ ഇവിടെ മറ്റുള്ളവരെ വസ്തുക്കൾ തട്ടിപ്പറിക്കുക. അനാര്യം വെച്ചാൽ ആര്യന് യോജിക്കാത്തത്, ധിക്കാരം പറയുക. അഹം എന്ന് പറഞ്ഞ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചൗര്യം അനാര്യം അംഹോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജാവിനെ ദ്രോഹിക്കുക, രാജ്യദ്രോഹം ചെയ്യുക, വിശ്വാസത്തോടുകൂടി പെരുമാറാതെ ഇരിക്കുക. പിന്നെ എന്താണ്? ജ്യേഷ്ഠാജമായ കലഹശ്ചദംഭ. ജ്യേഷ്ഠ എന്ന് വെച്ചാൽ ഭാഗ്യമില്ലായ്മ. മായ ചതി, കലഹ വഴക്ക്, പിന്നെ എന്ന് വരുന്നു. ദംഭ പൊള്ളയായ എന്നുവെച്ചാൽ പൊങ്ങച്ചം പറയുന്നതിനാണ് ദംഭ പറയുക. അത് നമുക്ക് അറിയാവുന്നതാണ്. ത്വാം വർത്തമാനം നരദേവദേഹേ ശ്വനുപ്രവൃത്തോ അയം അധർമ്മപൂക ലോഭോനൃതം ചൗര്യമനാര്യമംഹോ ജ്യേഷ്ഠാജമായ കലഹശ്ചദംഭ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. നമോ ഭഗവതേ വാസുദേവായ. ഗുരുഭ്യോ നമഃ. താം വർത്തമാനം നരദേവദേഹേഷു അനുപ്രവൃത്തോയ അധർമ്മപൂഗഃ ലോഭോ നൃതം ചൗര്യമനാര്യമംഹോ ജ്യേഷ്ഠാജയമായ കലഹം ച ദംഭ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അത് എടുക്കുമ്പോഴേ നരദേവദേഹേഷ്വനുപ്രവൃത്തോ അങ്ങനെ ഒന്നിച്ചെടുക്കണം കേട്ടോ. നരദേവദേഹേ എന്ന് പറഞ്ഞ അവിടെ നിർത്തരുത്. ത്വം വർത്തമാനം നരദേവദേഹേഷ്വനുപ്രവൃത്തോയമധർമ്മപൂഗഃ. വേറൊരാളോടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വായിക്കാനെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടാകും. ഹരേ കൃഷ്ണ. ത്വം വർത്തമാനം നരദേവദേഹേ അനുപ്രവൃത്തോയ ധർമ്മപൂഗഃ ലോഭോ നൃതം ജ്യേഷ്ഠാജമായ കലഹശ്ചദംഭ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ലിയർ ആയില്ല മാതാജി വായിച്ചത്. ഹരേ കൃഷ്ണ. ഓക്കെ. വിവർത്തനം. ട്രാൻസ്ലേഷൻ പർപ്പട്ട് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. കലിസത്വത്തെ അധർമ്മ നരദേവനായി അഥവാ ഭരണാധികാരിയായി വാഴിക്കാൻ അനുവദിക്കുന്ന പക്ഷം അത്യാർത്തി, കാപട്യം, അസത്യഭാഷണം, കൊള്ള, കവർച്ച, ധിക്കാരം, രാജ്യദ്രോഹം, നിർഭാഗ്യം, ചതി, അഭിമാനഗർവം മുതലായ അധാർമിക തത്വങ്ങൾ നിശ്ചയമായും വർദ്ധമാനമാക്കും. അപ്പം ഇവിടെ കലിസത്വത്തെ അദ്ദേഹത്തെ ഇവിടെ വാഴിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഏത് സമയത്തും കലിയുടെ സ്വഭാവം ആ ഒരു അധർമ്മത്തിൽ വന്നിരിക്കുകയാണ് ഇവിടെ. കലികാലം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയുള്ള കാലമാണ്. അത് എങ്ങനെയുള്ള കാലമാണ്? അത്യാർത്തിയും, കാപട്യവും, വഞ്ചനയും, കൊള്ളയും, ധിക്കാരവും, രാജ്യദ്രോഹവും, വേണമെങ്കിൽ ഭഗവാനെ പോലും ഒരു വിശ്വാസമില്ലാതെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോ കലികാലം ഇനി ഇത്രയും വർഷമേ ആയിട്ടുള്ളൂ. എത്ര വർഷം ഇനിയും കിടക്കുകയാണ് കലികാലത്തിന്. എന്നിട്ട് പോലും തുടക്കത്തിൽ തന്നെ ഇങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള വഞ്ചനയും കാപട്യവും ഒരിക്കലും ചെയ്തുകൂടാത്ത ആൾക്കാരിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ന്യൂസ് എടുത്ത് പേപ്പർ തുറന്നാലും അല്ലെങ്കിൽ TV തുറന്നാലും നമ്മൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആധ്യാത്മികമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഭൗതികതയിൽ അങ്ങ് മുങ്ങിയിട്ട് പണം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വീണിരിക്കുകയാണ്. അങ്ങനെ അധാർമികമായ തത്വങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഭക്തിക്ക് യാതൊരു പ്രാധാന്യവും ഉണ്ടാവുകയില്ല എന്ന് നാം ഇവിടെ പറയുന്നു. അപ്പൊ ഇവിടെ മുമ്പ് പ്രസ്താവിച്ചതുപോലെ വൈരാഗ്യം, ശുദ്ധി, ദയ, സത്യസന്ധത ഈ ധർമാനുശാസനങ്ങൾ ഏത് മതവിശ്വാസിക്കും അനുവർത്തിക്കാം. ഒരു മതം മാറിപ്പോയി എന്നും പറഞ്ഞ് യാതൊരു വ്യത്യാസമില്ല. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനായാലും ശരി അവന് ഈ ഗുണങ്ങൾ എല്ലാം ഉണ്ടായിരിക്കണം. അപ്പം പല മതങ്ങളുണ്ട് ഇവിടെ. നമ്മുടെ രാജ്യത്ത് പല മതങ്ങളാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു മതത്തിൽ നിന്ന് മാറിയത് കൊണ്ട് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ധർമാനുശാസനങ്ങൾ അനുവർത്തിക്കാതെ ധർമ്മഭ്രഷ്ടനായി തീരും.
അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മളെ ഇപ്പൊ ഭാഗവത ധർമ്മം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവത്ഗീതയിലെ മാംസയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ, അല്ലെ? അപ്പൊ അത് എങ്ങനെ സഗുണാൻ സമതീത്യൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ എന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം യാതൊരു ഇതും ഇല്ലാതെ ഏത് രീതിയിലായാലും പിഴയ്ക്കാതെ ഭഗവത് സേവനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തി എന്താണ്, അവർക്ക് ആ ഭഗവത് സേവനം വഴി മുന്നോട്ട് പോകാൻ കഴിയും, അവർക്ക് ബ്രഹ്മപദത്തിലെത്താൻ കഴിയും. മാംസയോ അപ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സഗുണാൻ സമതിഥീതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. അപ്പൊ ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടുള്ളവരായിക്കോട്ടെ, പക്ഷേ ആ വ്യക്തി ഭക്തിയോഗത്തെ വളരെ പ്രാധാന്യത്തോടുകൂടി കൊണ്ടുപോകുന്നവനാണോ എങ്കിൽ തീർച്ചയായും ബ്രഹ്മഭൂയായ കൽപ്പതേ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം ആധ്യാത്മികമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും അപ്പൊ ഭഗവത് സ്മരണ വയ്ക്കാതെ ഇരിക്കുകയും ചെയ്യണം. അപ്പൊ ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമഭിമാം വിദ്ധി കർത്താരമവ്യയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്, മനുഷ്യനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ കഴിവിനും അനുസരിച്ച് നമുക്ക് ഓരോ വിഭാഗങ്ങളായിട്ട്. അപ്പൊ അങ്ങനെ മയാ സൃഷ്ടം എന്നാണ് ഭഗവാൻ. അതുകൊണ്ട് ഇന്നത്തെ ആൾക്കാർ പറയും ഭഗവാൻ തന്നെ ഈ ജാതി വർണ്ണനെ ഉണ്ടാക്കി വെച്ചത് എന്ന് പറഞ്ഞ് ഭഗവാനെ കളിയാക്കാറുണ്ട്. പക്ഷേ ഭഗവാൻ എന്തിലാണ് ഓരോ വ്യക്തി വിഭാഗങ്ങളെ ആയിട്ട് തിരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അവനവന്റെ ചെയ്യാകുന്ന ജോലി തിരഞ്ഞെടുത്ത് ആ രീതിയിൽ പോകാനാണ് ഭഗവാൻ ചാതുർവർണ്ണ്യം ഉണ്ടാക്കിയത്. പക്ഷെ അതിനനുസരിച്ച് ഇന്നിപ്പോ അങ്ങനെ ചാതുർവർണ്ണ്യമോ ഒന്നും തന്നെ ഇല്ല. മനുഷ്യന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു കലിയുഗത്തിൽ. അപ്പൊ കലിയുഗത്തിൽ വന്ന മാറ്റമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഭാഗവത ധർമ്മം എന്ന് പറയുന്നത് ധർമാനുശാസനങ്ങളെ അനുവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ധർമാനുശാസനങ്ങൾ സ്ഥിരപ്പെട്ടതോ ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസത്തിന്റെ ക്രമീകൃത തത്വങ്ങളോ ആ വിശ്വാസത്തിന്റെ അധികൃതൻ മുന്നോട്ട് വെക്കുന്ന ചോദ്യം ചെയ്യപ്പെട്ടുകൂടാത്ത മതവിശ്വാസങ്ങളോ അല്ല. അപ്പൊ ധർമാനുശാസനങ്ങൾ എന്താണ് എന്നുള്ളത് മനുഷ്യ ജീവിതത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ഭഗവാൻ മുന്നോട്ട് വെച്ച അർത്ഥപൂർണമായ അനുശാസനങ്ങളെയാണ് ധർമാനുശാസനങ്ങളെന്ന് പറയുന്നത്. നമ്മള് 11ാം സ്കന്ധം പഠിക്കുമ്പോഴേ നമ്മൾ അവിടെ ഭാഗവത ധർമ്മത്തെ കുറിച്ച് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവിടെ. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ ശുദ്ധ ഭക്തരുടെ സംഘം കൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും, അപ്പം മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ നമ്മുടെ ഈ ഒരു ശരീരം വെച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. വേറെ ആർക്കും പറ്റാത്ത ഒരു കാര്യമാണിത്. ദുർലഭോ മനുഷ്യോ ദേഹേ, അല്ലെ? ദേഹിനാം ക്ഷണഭങ്കുര. ഏത് ക്ഷണഭങ്കുരമായിട്ടുള്ള ഈ മനുഷ്യ ശരീരം തത്രാവി ദുർലഭം മനി വൈകുണ്ഠ പ്രിയദർശനം. അപ്പൊ ഈ ഒരു മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ ദുർലഭമായിട്ടുള്ളതാണ്. ഞാൻ മുമ്പേ പറഞ്ഞു അത് ലബ്ധ്വാസു ദുർലഭമിതം, ഇല്ലേ? അത് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ മനുഷ്യ ശരീരം ദുർലഭോ മനുഷ്യോ ദേഹേ, നമുക്ക് കിട്ടി, നമ്മൾ എങ്ങനെയോ നമ്മൾ നേടിയെടുത്തു. അങ്ങനെ ദുർലഭമായിട്ടുള്ള ഈ മനുഷ്യജന്മം നമ്മൾ നേടിയെടുത്തപ്പോൾ അപ്പൊ ക്ഷണഭങ്കുരമാണ് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ക്ഷണഭങ്കുരമായിട്ടുള്ള ഈ മനുഷ്യ ശരീരം ദുർലഭമായിട്ട് നമുക്ക് കിട്ടി. അങ്ങനെ വൈകുണ്ഠ പ്രിയ ദർശനം നമ്മൾ അത് ഉപയോഗിക്കേണ്ടത് വൈകുണ്ഠനെ കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ നമ്മൾക്ക് കഴിയണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത്. അപ്പൊ അവിടെ ഭാഗവതധർമ്മം, അപ്പൊ എങ്ങനെ നമുക്ക് പറ്റും? ഭാഗവതധർമ്മം അനുസരിച്ച് നമ്മള് പ്രവർത്തിക്കണം. എന്തുവാ ഈ ഭാഗവതധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗവതധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനെ പ്രവർത്തിച്ചു ഭഗവാനെ വേണ്ടി, ഭഗവാനെ കിട്ടാൻ വേണ്ടി എന്ന് വെച്ചാൽ ഭഗവാനിൽ എത്തിച്ചേരുക എന്നുള്ളതായിരിക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ അനുശാസനങ്ങളെ സംരക്ഷിക്കുക, ഭഗവാന്റെ ഭക്തരെ അനുസരിക്കുക,
അനുസരിക്കുക. പിന്നെ ഭഗവാന് വേണ്ടി എന്ത് ചെയ്യണം നമ്മള്? ഭഗവാന്റെ എല്ലാ സേവനങ്ങളും ചെയ്യുക. നമുക്ക് എപ്പോഴും പ്രഭാതര് പറയുന്നത് എന്താണ്? ഭക്തിയുത സേവനം, അല്ലെ? ഭക്തി ചെയ്യുക എന്നല്ല പറയുന്നത്, ഭക്തിയുത സേവനം. ഭഗവാന് വേണ്ടി എന്ത് ചെയ്യുന്നതും അത് മറക്കാതെ ഭക്തിയുത സേവനത്തിൽ എത്തിപ്പെടാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഏതൊരു നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത് മതനിരപേക്ഷ രാഷ്ട്രമൊക്കെ ആണെന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഒരു ഭരണഘടന അനുസരിച്ച് യാതൊരു പക്ഷഭേദവും ഒന്നുമില്ല. പക്ഷെ പിന്നെ അത് വന്നു ചേരുന്നുണ്ടായിരിക്കാം എന്ന് മാത്രം. അപ്പൊ അങ്ങനെ ധർമാനുശാസനങ്ങൾ ഏതൊരു മതവിഭാഗത്തിലുള്ളതായാലും ധർമാനുശാസനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കണം. അങ്ങനെ ആ ഒരു ഉദാസീനത, അതിനൊരു ഉദാസീനത വരാതെ എപ്പോഴും നമ്മൾ ഓർക്കുന്നത് ഒരു കാര്യം ഇതേ ഉള്ളൂ: നമുക്കൊരു മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നു. കാരണം നമ്മളിത് വായിക്കുന്നവരായതുകൊണ്ടാണ്, അല്ലാത്തവർക്ക് ഇത് അറിയില്ല. അപ്പൊ ആ ഒരു മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നു, കിട്ടിയതിനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് അത്യാഗ്രഹവും കാപട്യവും വഞ്ചനയും കവർച്ചയും ആ ധർമാനുശാസനങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രവണതയും ഇല്ലാതെ ആക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി ഒരു ദയവായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് വായിച്ച ഈ ശ്ലോകങ്ങള് എങ്ങനെങ്കിലും ഒന്ന് വായിക്കാൻ നോക്കുക, മനസ്സിലാക്കാൻ നോക്കുക. അഥവാ ഇന്ന് കുറച്ച് കഴിയുമ്പോൾ ഇത് മറക്കും. എന്തെങ്കിലും ഒരു ഓർമ്മയിലുണ്ടെങ്കിൽ അതൊന്ന് കുറിച്ച് വെക്കുക. ഒരു ബുക്ക് അതിനായിട്ട് വെക്കുക. നിങ്ങൾക്ക് ഭാഗവതത്തിന്റെ ക്ലാസ്സിനായിട്ട് ഒരു ബുക്ക് ഇല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് പ്രയോജനം ഇല്ല. നമ്മൾ എത്രയായാലും നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കത്തില്ല. മനുഷ്യന്റെ മനസ്സ് അത്രയും നമ്മൾ അറിഞ്ഞിട്ടില്ല. പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉപനിഷത്തുക്കളും വേദങ്ങളും ഒക്കെ എന്ത് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു, എഴുതി വെക്കേണ്ട കാര്യമില്ല. പക്ഷെ കലിയുഗം ആരംഭിച്ചപ്പോൾ അത് എഴുതിയല്ലോ, കലിയുഗത്തിൽ എഴുതിയില്ലേ? അതുപോലെ നിങ്ങൾ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ കുറിച്ച് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിച്ചത് എന്തെങ്കിലും ഈ രാവിലെ 1 മണിക്കൂർ വെറുതെ നിങ്ങൾ കളയുകയാണ്, അല്ലെങ്കിൽ യാതൊരു പ്രയോജനമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. ഇത് നമ്മൾ അപ്പൊ തന്നെ സ്പോട്ടിൽ തന്നെ യൂട്യൂബില് ഇടുന്നുണ്ട് മാതാജി. ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. താല്പര്യമുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. വേറെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. 1 മിനിറ്റ്, അര മിനിറ്റ്, ആർക്കും സംശയമില്ല. എനിക്കൊരു റബ്ബർ ബാൻഡ് തരുന്നുള്ളൂ. തലയിലൊരു ബാൻഡ് ഊരി പോയി. ആർക്കും മുടങ്ങാതെ ഇത് തുടർന്ന് കാണുന്നതിലേക്ക് വേണ്ടി, മാതാജിയുടെ കൃപ കിട്ടുന്നതിലേക്ക് വേണ്ടി, മാതാജിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും നമ്മളൊരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ ഹരേ രാമ ഹരേ രാമ ഹരേ ഭാഗവത ഗംഗാ പ്രവാഹത്തിന്റെ ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ വിതരണം ചെയ്തിരുന്നു. അതിന്റെ ആൻസർ ഇനിയും കുറച്ചു പേരുടെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തരിക. ഇന്ന് 2ാമത്തെ അധ്യായം തുടങ്ങുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വിളിക്കുക, വാട്സപ്പ് ചെയ്യുക. പഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭൈവച പതിതാനാം ഭവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേകോടി വൈഷ്ണവൃന്ദയ്ക്ക് നാമ സങ്കീർത്തന യജ്ഞയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രയ്ക്ക് ശില പ്രഭുപാദിക്ക് ജയ്. ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.